2024 മോഡൽ ഹീറോ മോട്ടോകോപ്പിന്റെ എല്ലാ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ബൈക്കിന്റെ ഓൺ റോഡ് പ്രൈസും സ്പെക്സിന്റെ ഡീറ്റെയിൽസും ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്ന് രണ്ട് പുതിയ മോട്ടോർ സൈക്കിൾ വന്നിട്ടുണ്ട്, കുറച്ച് ബൈക്സിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാക്സിമം കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്തെ ബൈക്ക് ഹീറോന്റെ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ള എക്സ്ട്രീമിന്റെ 125R ആണ്. ഇത് നമ്മുടെ ഹീറോന്റെ കമ്മ്യൂണിറ്റി സെഗ്മെന്റിൽ വരുന്ന ഒരു പ്രീമിയം മോട്ടോർ സൈക്കിൾ ആണ്. ഈ ഒരു ബൈക്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അത്യാവശ്യം റെസ്പോൺസ് നേടിയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണ്. വണ്ടിന്റെ സെയിൽസ് ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും റിവ്യൂസിലൊക്കെ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് വരുന്നുണ്ട്. എഞ്ചിന്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 125cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾ ആയിട്ടുള്ള ഒരു 4 സ്റ്റോക്ക് എഞ്ചിനാണ്. മാക്സിമം പവർ 11.5 bhp 8250 rpm. മാക്സിമം ടോർക്ക് 10.5 ആണ്. അത് 6000 rpm പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്രേക്കിങ്ങിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ സിംഗിൾ ചാനൽ ABS ഹീറോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABS, ബാക്കിൽ ഡിസ്ക് ബ്രേക്കുള്ള മോഡലും ഉണ്ട്, ഡ്രം ബ്രേക്കുള്ള മോഡലും ഉണ്ട്. ഈ ഒരു 125cc സെഗ്മെന്റിൽ തന്നെ ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് സ്ട്രോങ് ആണ് ഈ ഒരു ബൈക്ക്. കാരണം സിംഗിൾ ചാനൽ ABS കൊടുത്തത് വലിയൊരു കാര്യം തന്നെയാണ്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോർക്കും ബാക്കിൽ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. 10 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്ത ഒരു മൈലേജ് 66 ആണ്. ഡിസൈനിന്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി ലുക്കിലാണ് ഈ ഒരു ബൈക്ക് വരുന്നത്, പ്രത്യേകിച്ച് ഫ്രണ്ടിലെ ഒരു സെക്ഷൻ. ഫ്രണ്ടിൽ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, ബാക്കിലെ ടെയിൽ സെക്ഷനൊക്കെ LED ആണ്. പിന്നെ സീറ്റിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റിലാണ് വരുന്നത്. ഈ ഒരു ബൈക്കിന്റെ കൊച്ചി ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,17,000 തൊട്ട് 1,26,000 വരെയാണ്. അടുത്ത ബൈക്ക് ഹീറോന്റെ 160cc മോഡലായിട്ടുള്ള എക്സ്ട്രീം 160R ആണ്. നിലവിൽ 160cc മോഡലിൽ തന്നെ ബെസ്റ്റ് ബൈക്കാണ് ഹീറോയുടെ എക്സ്ട്രീം 160R. ഒരു 160cc ബൈക്കിന് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ഹീറോ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു ബൈക്ക് വരുന്നത്. എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 163cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് എയർ ആൻഡ് ഓയിൽ കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനുള്ള ഒരു മോഡലാണ്. മാക്സിമം പവർ 14.9 bhp ആണ്. അത് 8500 rpm. മാക്സിമം ടോർക്ക് 14.6 Nm ആണ്. അത് 6500 rpm. നല്ലൊരു ഇനീഷ്യൽ പവറും മിഡ് റേഞ്ചും ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. 0 to 60 ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും പവർഫുൾ ബൈക്കാണെന്നാണ് ഹീറോ ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു UHT ഫോർക്കും ബാക്കിൽ 7 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ബ്രേക്കിങ്ങിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABSും ബാക്കിൽ ഒരു പെറ്റൽ ഡിസ്ക് ആണ്. 12 ലിറ്റർ ടാങ്ക് റേഞ്ച് ആണ്. കമ്പനി ക്ലെയിം ചെയ്ത ഒരു മൈലേജ് 48 to 50 ആണ്. പിന്നെ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ വരുന്നുണ്ട്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, 10x10 നാവിഗേഷൻ, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, ക്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹീറോ എക്സ്ട്രീം 160Rന്റെ ഓൺ റോഡ് വരുന്നത് 1,60,000 തൊട്ട് 1,70,000 വരെയാണ്. മൂന്നാമത്തെ ബൈക്ക് ഹീറോന്റെ എക്സ്ട്രീം 200S ആണ്. ഇത് ഫുള്ളി ഫെഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്ക് കാറ്റഗറിയിൽ വരുന്നൊരു ഹീറോന്റെ ബൈക്കാണ്. പക്ഷേ പേരിലൊരു സ്പോർട്സ് ബൈക്ക് മാത്രമാണ്. കാരണം ഈ ഒരു ബൈക്കിന് 200cc പവർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതൊരു 200cc ബൈക്ക് ആണെങ്കിലും ഒരു 180cc പെർഫോമൻസ് ഈ ഒരു ബൈക്കിന്റെ ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്താൽ മതി. 200cc സ്പോർട്സ് സെഗ്മെന്റിൽ ഈ ഒരു ബൈക്കിന് ടോപ്പ് എൻഡ് കുറച്ച് കുറവാണെങ്കിലും നല്ലൊരു ഇനീഷ്യൽ പവർ മിഡ് റേഞ്ച് ഉണ്ട്. പിന്നെ നല്ലൊരു മൈലേജ് ഉള്ള മോഡലും കൂടിയാണ്. എഞ്ചിൻ വരുന്നത് 199.9cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് എഞ്ചിനാണ്. മാക്സിമം പവർ 19 bhp ആണ്. അത് 8500 rpm. മാക്സിമം ടോർക്ക് 17.5 Nm ആണ്. അത് 6500 rpm. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ബ്രേക്സ് വരുന്നത് ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABSും ബാക്കിൽ പെറ്റൽ ഡിസ്ക് ആണ്. 13 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് 50 ആണ്. ഈ ഒരു ബൈക്കിന്റെ ഓൺ റോഡ് വരുന്നത് 1,80,000 രൂപയാണ്. നാലാമത്തെ ബൈക്ക് ഹീറോന്റെ അഡ്വഞ്ചർ മോഡലായിട്ടുള്ള എക്സ്പൾസ് 200 4V ആണ്. ഹീറോന്റെ നേരത്തെ പറഞ്ഞ ബൈക്കിനെ കാട്ടിയും ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള മോഡലാണ്. നമ്മുടെ സ്പ്ലെൻഡറും ബാക്കിയുള്ള കമ്മ്യൂട്ടിംഗ് ബൈക്കൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന മോഡലാണ് എക്സ്പൾസ്. കാരണം 200cc അഡ്വഞ്ചർ സെഗ്മെന്റിൽ നല്ലൊരു ഡിമാൻഡുള്ള മോഡലാണ് എക്സ്പൾസ്. ഈ ഒരു ബൈക്കിന്റെ എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 199.9cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ഓയിൽ കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. മാക്സിമം പവർ 19 bhp, മാക്സിമം ടോർക്ക് 17.5 Nm ആണ്. ബ്രേക്സ് വരുന്നത് ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABSും ബാക്കിൽ പെറ്റൽ ഡിസ്ക് ആണ്. ഫ്രണ്ടിൽ വെൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടെലിസ്കോപ്പിക് ഫോർക്കും ബാക്കിൽ 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. 13 ലിറ്റർ ഫ്യൂൽ ടാങ്ക് ആണ്. കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് 55 ആണ്. നല്ലൊരു ഇനീഷ്യൽ പവറും മിഡ് റേഞ്ചും ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. ടോപ്പ് എൻഡ് കുറച്ച് കുറവാണ്, ഏകദേശം 125 ആണ്. പക്ഷേ ഈ ഒരു ബൈക്കിന്റെ പുതിയൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പൾസ് അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ട്. അത് കുറച്ചും കൂടി പവർ കൂടിയിട്ടുള്ള എക്സ്പൾസ് ആണ്. ഈ ഒരു ബൈക്കിന്റെ ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ 1,85,000 രൂപയാണ്. അടുത്ത ബൈക്ക് ഹീറോന്റെ കരീസ്മ XMR 210 ആണ്. ഹീറോന്റെ ഒരു ഫുള്ളി ഫെഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്കാണ്, ഒരു സ്പോർട്സ് ടൂറർ ബൈക്കാണ് കരീസ്മ XMR. നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു റെസ്പോൺസ് ഉള്ള മോഡലാണ്, നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ബൈക്കാണ്. പക്ഷേ സെയിൽസ് ഈ ഒരു ബൈക്കിന് അത്രത്തോളം നടക്കുന്നില്ല. എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 210cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. മാക്സിമം പവർ 25.5 bhp 9250 rpm.
മാക്സിമം ടോർക്ക് 20.4 എണ്ണമാണ്. അത് 7250 RPM-ലാണ്. ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ മേക്കിലും ABS ഉണ്ട്, ഡുവൽ ചാനൽ ABS ആണ്, വിത്ത് സ്ലിപ്പർ ക്ലച്ചും കൂടി വരുന്നുണ്ട്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. പിന്നെ ഫുള്ളി ട്രെല്ലിസ് ഫ്രെയിമിലാണ് ഈ ഒരു ബൈക്ക് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ സീറ്റൊക്കെ സ്പ്ലിറ്റ് സീറ്റാണ്, പിന്നെ ക്ലിപ്പ് ഓൺ ഹാൻഡിലാണ് വരുന്നത്. 11 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് 40 ആണ്, പക്ഷേ 35 എക്സ്പെക്ട് ചെയ്താൽ മതി. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ്റെ കുറച്ച് ക്യാരക്ടർ എന്ന് പറയുന്നത് ലോ ആൻഡ് പവർ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ വണ്ടി സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്ക് ഒരു 60 to 70 ഒക്കെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം വണ്ടിയുടെ ക്യാരക്ടർ മൊത്തമായിട്ട് മാറും. പിന്നെ അങ്ങോട്ട് ടോപ്പ് എൻഡിലാണ് ഈ ഒരു ബൈക്കിൻ്റെ ഫുൾ പവർ ഫീൽ ചെയ്യുന്നത്. കരീസ്മ XMR-ന്റെ ഓൺ റോഡ് വരുന്നത് 2,25,000 രൂപയാണ്. അടുത്ത ബൈക്ക് ഹീറോൻ്റെ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ള മാവറിക് 440 ആണ്. ഇതൊരു നിയോ റെട്രോ സ്റ്റൈലിൽ വരുന്നൊരു മോട്ടോർ സൈക്കിളാണ്. ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഹീറോ ഇപ്പാണ് അനൗൺസ് ചെയ്തത്. ഹീറോൻ്റെയും ഹാർലി-ൻ്റെയും ടൈപ്പിൽ വരുന്ന രണ്ടാമത്തെ മോഡലാണ് ഈ ഒരു മാവറിക് 440. ഫസ്റ്റത്തെ ബൈക്ക് ഹാർലി ഡേവിഡ്സൻ്റെ X440 ആണ്. പക്ഷേ X440 ഹാർലിൻ്റെ പേരിൽ വന്ന ബൈക്കാണ്. പക്ഷേ മാവറിക് 440 ഹീറോൻ്റെ ഐഡൻറ്റിറ്റിയിൽ വന്ന മോഡലാണ്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 440cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് 4 സ്ട്രോക്ക് എഞ്ചിനാണ്. മാക്സിമം പവർ 27.4 bhp ആണ്. അത് 6000 RPM-ലാണ്. മാക്സിമം ടോർക്ക് 36 Nm-ആണ്. അത് 4000 RPM-ലാണ്. ഈ ഒരു ബൈക്കിന് പവറിനെക്കാട്ടും കൂടുതൽ ടോർക്കാണുള്ളത്. ലോ ആൻഡ് ടോർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്ട്രോങ് ആണ്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോർക്കും ബാക്കിൽ 7 സ്റ്റെപ്പ് പ്രീ ലോഡ് ടിൻ ഷോക്കാണ്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ ചാനൽ ABS-ഉം വിത്ത് സ്ലിപ്പർ ക്ലച്ചും വരുന്നുണ്ട്. 13.5 ലിറ്റർ ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് 30 to 35 ആണ്. ഒരു നിയോ റെട്രോ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ബൈക്ക് തന്നെയാണ് ഹീറോൻ്റെ മാവറിക് 440. ഈ ഒരു ബൈക്കിന് ഇപ്പോൾ 3 വേരിയൻറ്റിലാണ് വരുന്നത്. ബേസ് മോഡലുണ്ട്, മിഡ് വേരിയൻ്റ് ഉണ്ട്, ടോപ്പ് വേരിയൻ്റ് ഉണ്ട്. ബേസ് മോഡലിൻ്റെ പ്രൈസ് 2,44,000 രൂപയാണ്. മിഡ് വേരിയൻറ്റിന് 2,80,000 രൂപയാണ്. ടോപ്പ് വേരിയൻറ്റിന് 2,93,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. കൊച്ചി ഓൺ റോഡ് പ്രൈസ്.